സ്നേഹമുള്ളവരെ, മനോഹരമായ ഈ സായാഹ്നത്തിൽ താമസിച്ചെങ്കിലും ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഏവർക്കും അറിയിക്കുകയാണ്. ഹാപ്പി ക്രിസ്മസ്. അനുഗ്രഹീതമായ ഈ സായാഹ്നം ഭാരത മക്കളായ നമ്മെ സംബന്ധിച്ച് അത്ര പ്രകാശപൂരിതമായ അനുഭവങ്ങളല്ല നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിമിഷത്തിൽ നമുക്കെല്ലാവർക്കും ആദരപൂർവ്വം ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഡൽഹിയിലെ ആ കിരാതമായ ആക്രമണത്തിനും പീഡനത്തിനും ഇരയായി അണഞ്ഞുപോയ ഒരു ദീപമായിരുന്ന ജ്യോതിയുടെ ഓർമ്മയുടെ മുൻപിൽ ഒരു നിമിഷം നമുക്ക് ശിരസ്സ് നമിക്കാം. ക്രിസ്മസ് സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, പ്രകാശത്തിൻ്റെ ആഘോഷമാണ്. നമ്മിലെ അന്ധകാരത്തെ അകറ്റാൻ, തിന്മയെ നിർമ്മാർജ്ജനം ചെയ്യാൻ, നമ്മുടെ മനസ്സും ചിന്തകളുമെല്ലാം കൂടുതൽ പ്രകാശപൂരിതമാക്കുവാൻ ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്ര ദീപങ്ങളും മറ്റ് പ്രകാശപൂരിതമായ അനുഭവങ്ങളുമെല്ലാം കാരണമായി തീരട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഒരു സമൂഹത്തെ പടുത്തുയർത്തുന്നത് ഹൃദ്യതയും പരസ്പരമുള്ള ഹൃദയത്തിൻ്റെ അടുപ്പവുമാണ്. അങ്ങനെ ഈ ലോകത്തോളം ചെറുതായി തീർന്ന മനുഷ്യനായി പിറക്കുവാൻ മനസ്സായ ദൈവപുത്രനായ യേശുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ചെറുതായി തീരുവാൻ, എളിമയോടെ വ്യാപരിക്കാൻ, വലിപ്പ ചെറുപ്പത്തിൻ്റെ പേരിൽ മനസ്സിൽ അകൽച്ചയുണ്ടാവാതിരിക്കാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. സ്നേഹത്തിൻ്റെ ഏറ്റവും മഹനീയമായ മാതൃകയാണ് മനുഷ്യാവതാരം എന്ന മഹാരഹസ്യത്തിലൂടെ ദൈവപുത്രനായ ഈശോ നൽകിയത്. ജീവിതത്തിൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടതിന് പ്രാധാന്യം നൽകുവാനും, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുവാനും, കൊള്ളേണ്ടതിനെ കൊള്ളുവാനും, അങ്ങനെ നന്മയിൽ വേരുപാകി ജീവിതത്തെ ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തുവാനുമുള്ള മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യത്തെ തിരിച്ചറിയുവാൻ ഈ ദിവസം കാരണമായി തീരട്ടെ. കുടുംബ ബന്ധങ്ങളെ കൂടുതൽ സജീവമാക്കുവാൻ തിരുക്കുടുംബത്തിൻ്റെ മഹനീയമായ മാതൃക സജീവമായ ജീവിതവേദികളിൽ പ്രകാശപൂരിതമായി ജ്വലിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ സ്നേഹപൂർവ്വം കടന്നു വരുന്ന പുതുവർഷത്തിൻ്റെ എല്ലാ നന്മകളും നിങ്ങൾക്കെല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ജീവിതം കൂടുതൽ പ്രകാശപൂർണവും പ്രോജ്വലവും പ്രസാദപൂർണവുമായി തീരുവാൻ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേലെല്ലാം ചൊരിയപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.